അടുത്തതായി സംസാരിക്കാനായി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സ്മിത മാഡത്തിന് ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു എൻ്റെ പേര് എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഉള്ള എല്ലാവരെക്കാട്ടിയും കൂടുതൽ ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചിട്ടുള്ള സിന്ധുവാണ്. ഡി സ്മിതേ ഇങ്ങോട്ട് വാ, സ്മിതേ ഇങ്ങോട്ട് വാ. കാര്യം സിന്ധു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇപ്പം എൻ്റെ അതായത് നമ്മുടെ സംസ്കാര ഭാരതത്തിൻ്റെ നോട്ടീസുകളെല്ലാം എനിക്ക് ആദ്യം സിന്ധുവാണ് എടുത്തുകൊണ്ട് വന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സംശയം ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് ഇതിൻ്റെ തിരുത്താനോ എന്തെങ്കിലും അപ്പം തരും. ഒന്നീ മഞ്ജു ടീച്ചറിൻ്റെ അടുത്തോ ജയ ചേച്ചിയുടെ അടുത്തോ ഇതും കൊണ്ട് പോകുമ്പോൾ സ്മിതേ ഇങ്ങോട്ട് പോവാ, ഞാൻ ഇതിങ്ങോട്ട് ചെയ്ത് എഴുതി തരാം, അതിട്ട് പോയാൽ മതി. സിന്ധുവിന് വെപ്രാളമാണ്, എന്ന് വെച്ചാൽ പെട്ടെന്ന് തീർക്കണം. ഞാൻ സിന്ധുവിനെ വിലയിരുത്തിയിരിക്കുന്നതാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾക്കത് നമ്മുടെ കയ്യിൽ തന്ന ആ ജോലി എത്രയും പെട്ടെന്ന് തീർത്തിട്ട് സിന്ധുവിന് അടുത്ത ജോലിയിലോട്ട് പോകണം. എന്ന് വെച്ചാൽ സിന്ധുവിനൊരു ആവേശമാണ്. ഒരു ജോലി അടുത്ത ജോലി അടുത്ത ഏത് ജോലി കൊടുത്താലും സിന്ധു അതെല്ലാം കൃത്യമായിട്ടും വ്യക്തമായിട്ടും സിന്ധു ചെയ്തിരിക്കും. അതിനകത്ത് മിസ്റ്റേക്ക് അപൂർവമായിട്ടേ വരാറുള്ളൂ. സിന്ധു കൃത്യമായിട്ട് ചെയ്യും. കാര്യം സിന്ധുവിന് എന്തോ ഒരു വിഷമമാണ് ഒരു ജോലി സിന്ധു ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ആരെങ്കിലും അങ്ങോട്ട് ഇത് കുറച്ച് കൂടുതലാണല്ലേ സിന്ധു, സമയം കിട്ടത്തില്ലല്ലോ ആരെങ്കിലും ഏൽപ്പിക്കാന്ന് പറയുമ്പോൾ സിന്ധുവിന് അതങ്ങ് കൊടുക്കാൻ എന്തോ ഭയങ്കര വിഷമമാണ്. സിന്ധു പറയും വേണ്ട ഞാൻ തന്നെ ചെയ്തോളൂ, നീ പെട്ടെന്ന് ഇങ്ങനെ തന്നാൽ ഞാൻ വേഗം അങ്ങ് ചെയ്ത് തീർത്തേക്കാന്ന് പറഞ്ഞിട്ടാണ് സിന്ധു ചെയ്യുന്നത്. പിന്നെ ഞാൻ വരുന്ന സമയത്ത് മുതൽ ഇപ്പോൾ ഉള്ള സിന്ധുവിൽ മാറ്റമെന്ന് പറഞ്ഞാൽ സിന്ധുവിന് ഒരുപാട് മാറ്റമുണ്ട്. അത് ഈ BSSൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ മാറ്റം തന്നെയാണ്. അല്ലാതെ അത് ഒരു ബന്ധുജനങ്ങൾക്കും ഞാനത് പറയത്തില്ല. കാര്യം വെച്ചാൽ സിന്ധു ഇവിടെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സിന്ധു ആ സീറ്റിൽ നിന്ന് വീട്ടിൽ പോകുന്നത് തന്നെ 7, 7:30, 8 എന്നിട്ട് പറയും. ഞാൻ ചോദിക്കും, ഞാൻ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ ചോദിക്കും സിന്ധു വരുന്നില്ലേന്ന് ചോദിക്കും. എൻ്റെ വണ്ടി കയറിയാണ് സിന്ധു വന്ന് ഞങ്ങൾ ഒത്തു പോകുന്നത്. അപ്പോൾ സിന്ധു പറയും ഇല്ല, കുറച്ച് വർക്കും കൂടെ ഉണ്ട്, ജയ മാഡം അല്ലെങ്കിൽ തന്ന വർക്കുണ്ട്, അല്ലെങ്കിൽ മഞ്ജു മാഡം തന്ന വർക്കുണ്ട്, അല്ലെങ്കിൽ സാറ് തന്ന വർക്കുണ്ട്, അത് തീർത്തിട്ടേ വരുള്ളൂ. ഞാൻ മിക്കവാറും 8, 8:30 ആവും. ചിലപ്പോൾ ഞാൻ ആ സമയത്ത് അങ്ങനെ സിന്ധുവിനെ വിളിക്കും, നീ ഇറങ്ങിയോ പോയോ ഒന്ന് അറിയാം. സിന്ധു വിളിക്കുമ്പോൾ ഇല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ വെച്ചാൽ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. ഞാനപ്പോൾ സൂര്യയുടെ പ്രോഗ്രാമിന് പോകുന്ന സമയമായിരിക്കും. പോയിട്ട് വരുമ്പോൾ വിളിക്കും, ഞാൻ വരുന്നുണ്ട്, അതുവഴി വരുന്നോ? ഇല്ല ഞാൻ തീരുമില്ല, ഇപ്പോഴൊന്നും തീരുമില്ല, ഞാൻ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു സാറിൻ്റെ അടുത്ത് പറ ഒരു സിസ്റ്റം കൂടെ വീട്ടിൽ മേടിച്ച് തരാൻ പറയാം, അപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ സിന്ധു എന്ന് പറയും. അതുപോലെ സിന്ധുവിന് പിന്നെ ഒരു നന്മ ആയിട്ട് ഞാൻ സിന്ധുവിൽ ആദ്യം കണ്ടത്, സിന്ധു ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആ സൈഡിൽ കൂടെ ആരാണ് വരുന്നതെന്ന് സിന്ധുവിൽ ഒന്ന് വരുമോ, സ്മിതേ ഒന്നിങ്ങി വരുമോ, ജയേ ഒന്നിങ്ങി വരുമോ, സോറി മാമിനെ വിളിച്ചത് പേര് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതാണ്. അടുത്ത ആരാണോ വരുന്നത് അവരെ വിളിച്ച് ഇപ്പം അവാർഡിൻ്റെ കാര്യമായാലും അവാർഡിൻ്റെ നോക്കി ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ലേഖ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്ന കണ്ടു. അങ്ങനെ ആരാണോ സിന്ധുവിൻ്റെ കൈവശത്ത് വരുന്നത് സിന്ധു ഉടനെ അവരെ വിളിച്ച് അവരെയും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് സിന്ധുവിന് ആ ജോലി ചെയ്യാനുള്ള ഒരു സാമർഥ്യം സിന്ധുവിനുണ്ട്. പിന്നെ പറഞ്ഞ പോലെ പഠിക്കാൻ സിന്ധുവിന് അന്ന് ഭയങ്കര, നിബു സാറ് പറഞ്ഞ വളരെ വ്യക്തമായ കാര്യമാണ്. അന്ന് ഞാൻ കണ്ടിരുന്നു സിന്ധു ടൈപ്പ് ചെയ്യുമ്പോൾ സിന്ധുവിന് എന്നോട് ചോദിക്കുമായിരുന്നു, ഞാൻ അതിപ്പോൾ പെട്ടെന്ന് ഓർത്തതാണ്, മൃദുല ചെയ്ത് തീർന്നോ, ഞാൻ ടൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ, താമസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് സിന്ധു ഈ ഓഫീസിൽ വന്ന സമയത്ത് ഏറ്റവും വിഷമിച്ച ഒരു സന്ദർഭമാണത്. അത് തന്നെയാണ് സിന്ധു അന്ന് വൈകിട്ട് മുതൽ തന്നെ സിന്ധു പെരുകട പോയി കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങി. ഇവിടെ വന്ന് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാനത് കമ്പ്യൂട്ടർ പഠിച്ച ടീച്ചറെ, എനിക്ക് ഇനി തൊട്ട് ടൈപ്പ് ചെയ്യാൻ അറിയാം, കമ്പ്യൂട്ടർ അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് സിന്ധുവിൻ്റെ അന്നത്തെ ഒരു ആഹ്ലാദം ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ സിന്ധുവിൻ്റെ ലൈഫിലുണ്ടായ കുറേ ബുദ്ധിമുട്ടുകളും വീട്ടിലും എല്ലാം ഉണ്ടായ വിഷമങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ വിഷമങ്ങൾ നമ്മൾ ഷീല ചേച്ചിയോടത്തായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മഞ്ജു ടീച്ചറിൻ്റെ അടുത്തുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് പറയാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യം വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പം ടീച്ചർ പറയും സിന്ധുവിന് എന്തോ കാര്യം പറയാനുണ്ട്, സിന്ധു അത് ചെന്ന് പറഞ്ഞോ സിന്ധു എന്ന് പറയും. നീ പറഞ്ഞോ, കാര്യം നമ്മൾ നമ്മുടെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സിന്ധു വരുന്നത്, സിന്ധുവിൻ്റെ വിഷമം പറയാണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഓരോ വ്യക്തികളും നമ്മുടെ വിഷമം ഇപ്പം അച്ഛനോ അമ്മയോ അറിഞ്ഞിരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഓരോ വ്യക്തികളും നമ്മുടെ വിഷമങ്ങൾ നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ മുഖം തന്നെ മാറിയിരുന്നാലും കയറി വരുമ്പോൾ വിനോദേട്ടൻ പറഞ്ഞ പോലെ രാവിലെ അവിടെ ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്. അകത്തോട്ട് കയറി വരുമ്പോൾ എല്ലാവരുടെയും മുഖം ഒരു ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇന്നലെ നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഈശ്വരി ഞങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു,
നിങ്ങളെല്ലാവരും ഇവിടെ വരുമ്പോൾ ഞാൻ ഈ ഓഫീസിൽ വന്നിട്ടപ്പോൾ എല്ലാം നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾ ചെന്നൈയിൽ വന്നപ്പോഴും നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും ഇല്ലേ എന്ന് ഇന്നലെ ഞങ്ങളുടെ അടുത്ത് കുട്ടി ചോദിക്കുകയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ വരുമ്പോൾ ആ വിഷമങ്ങളെല്ലാം മാറും. പിന്നെ ഈ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ സിന്ധു ചോദിച്ചാൽ ഒരു തലയണയും പായും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ കിടക്കാം, വീട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ. കാര്യം എല്ലാവർക്കും വീട്ടിലോട്ട് പോകണമെന്നുമുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നുമുണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ഒരു നമുക്കൊരു ധൈര്യവും ഇതുമെല്ലാം പുറത്ത് പോകുമ്പം കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ ധൈര്യവും നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കുണ്ട്. ഈ പറഞ്ഞ പോലെ അന്ന് സിന്ധുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിവിടെ ഇരിക്കുമായിരുന്നു, അതുകൊണ്ട് പറയാൻ പറ്റിയില്ല. ആ കുട്ടിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അതിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ സിന്ധുവിൻ്റെ കാര്യമാണ്. സിന്ധുവിനെ സംബന്ധിച്ച് വേറൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറയണത് സിന്ധു കേൾക്കും, പക്ഷേ സിന്ധു അത് കുറച്ചും കൂടെ, എൻ്റെ ഒരു അഭിപ്രായമാണ്, കുറച്ചും കൂടെ ഒരു കേൾവിക്കാരിയാവണമെന്ന്. കാര്യം സിന്ധുവിൻ്റെ അടുത്ത് ഒരു കാര്യം പറയും, സിന്ധു പറയും പെട്ടെന്ന് പറ എന്ന് പറഞ്ഞാൽ സിന്ധുവിനൊരു ഇതാണ്, വേഗം പറ, എനിക്കത് കേട്ടിട്ട് അടുത്ത ഇതിന് പോകാനുള്ളത്. സിന്ധു എനിക്കപ്പം പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ മറന്നു പോകും, അതുകൊണ്ട് പതുക്കെ പറയാൻ പറ്റും. അല്ല വേഗം പറ എന്ന് പറയും. പിന്നെ ദേഷ്യം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് സിന്ധുവിനിപ്പം ആ ദേഷ്യമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പഴയ പോലത്തെയുള്ള ദേഷ്യമൊന്നും ഇല്ല. പണ്ട് ദേഷ്യം ഉണ്ടായിരുന്നു, പറഞ്ഞതിന് മുമ്പേ, കാര്യം കേൾക്കുന്നതിന് മുമ്പേ ഇങ്ങോട്ടൊരു ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പം അത്ര ദേഷ്യമില്ല. വേറെ ഓർമ്മയിൽ വന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വർക്ക്, അത് സിന്ധു എന്ന് പറഞ്ഞാൽ BSS ആണ്, BSS എന്ന് പറഞ്ഞാൽ സിന്ധു ആണ് എന്നാണ്. സിന്ധുവിന് ഒരു കാര്യം എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. സിന്ധുവിൻ്റെ ചേച്ചി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പോലും സിന്ധു ഓട്ടോയില്ല, ആ കൃത്യസമയത്ത് എനിക്കിവിടെ 10 മണിയാവുമ്പോൾ എത്തണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ സിന്ധുവിന് രാത്രി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും 10:30 ഞാൻ ലാസ്റ്റിൽ ചേച്ചി സുഖമില്ലാതെ കിടക്കുമ്പോൾ ചെല്ലുന്ന സമയത്ത് 10:30 സിന്ധു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കൂടെ വാ, നമുക്ക് ഒത്തുപോ. ഇല്ല, ചേച്ചിക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 11 മണി കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ. സിന്ധു അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഞാൻ വരുമ്പോൾ സിന്ധു ഇവിടെ ഉണ്ട്. സിന്ധു രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ വന്നു. സിന്ധുവിൻ്റെ ഡെഡിക്കേഷനാണത്. സിന്ധുവിന് കാര്യം വെച്ചാൽ ഓഫീസുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ്. കാര്യം എന്തെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ സാറ് എന്നെ എന്തെങ്കിലും ചെയ്തതിന് എന്താ സിന്ധു ഇതിങ്ങനെയാണെന്നങ്ങനെ ചോദിച്ചു സിന്ധുവിന് അങ്ങ് ഭയങ്കരമായിട്ട് വിഷമം വരും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തതിന് എന്നെ അങ്ങ് വഴക്ക് പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം ഉടൻ സിന്ധുവിന് വരും. അത് സിന്ധുവിനെന്നല്ല ഇവിടെ എല്ലാവർക്കും വരും. എങ്കിലും നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോഗ്രാം വന്നതിന് ശേഷം എല്ലാവർക്കും കൂടെ കുറച്ചുകൂടെ ഒരു ആത്മവിശ്വാസം എല്ലാവർക്കും വന്നിട്ടുണ്ട്. എല്ലാവരെയും കുറിച്ച് നെഗറ്റീവ്സ് മാത്രമല്ല, പറഞ്ഞ പോലെ പോസിറ്റീവ്സും പറയണം. അതിലുള്ള കൂടുതൽ നെഗറ്റീവ്സും കൂടെ പറയണം, എങ്കിലല്ലേ നമ്മൾ നന്നാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിന്ധുവിൻ്റെ പേഴ്സണൽ ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കും സിന്ധുവിന് ഏകദേശം ഒരുപാട് ഡ്രോബാക്സും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് പ്രശ്നങ്ങളുണ്ടായപ്പോഴും എല്ലാം സിന്ധുവിൻ്റെ മധു ചേട്ടൻ ഗൾഫിലായിരുന്ന സമയത്ത് മുതൽ സിന്ധുവിനുള്ള ഓരോരോ പ്രശ്നങ്ങളും സിന്ധു ഇവിടെ പറയും. അപ്പോഴും എല്ലാം സിന്ധുവിനൊരു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വീട്ടിൽ സ്റ്റേണായിട്ട് ഒരാളും കൂടെ സിന്ധുവിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ സിന്ധുവിന് അത് കുറച്ചും കൂടെ വർക്ക് കൂടുതൽ സിന്ധുവിന് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് കുറച്ചും കൂടെ തോന്നുന്നത്. അല്ലാതെ സിന്ധുവിനെ പറ്റി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സിന്ധു നല്ല ഇതാണ്. സിന്ധുവിന് ആരോഗ്യ കൂടുതലായിട്ട് ദൈവം കൊടുക്കട്ടെ. കാര്യം സിന്ധു ഒരു 100 വർഷം കൂടെ കൂടുതൽ ജീവിച്ചിരിക്കട്ടെ. എല്ലാ ആരോഗ്യങ്ങളും സിന്ധുവിന് നേരുന്നു. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ആരെങ്കിലും മറുപടി പ്രസംഗത്തിനായി ജോയിൻറ്റ് ഡയറക്ടറായ ശ്രീമതി സിന്ധു മധുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ബാലചന്ദ്രൻ സാർ, എൻ്റെ ഇന്നത്തെ വിശിഷ്ടാതിഥി എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ അജയൻ അവർകൾ, ഇന്ന് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ശ്രീമതി ജയാശ്രീകുമാർ ഈ പ്രോഗ്രാമിലെ ഉദ്ഘാടനം നിർവഹിച്ച BSSൻ്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയാശ്രീകുമാർ മാഡം, അതുപോലെ ഇന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ TP വിനോദ് അവർകൾ, സ്വാഗതം ആശംസിച്ച ശ്രീമതി രഞ്ജിനി, ഇനി കൃതജ്ഞത പറയാൻ പോകുന്ന ശ്രീമതി ശ്രീലത, ബഹുമാനപ്പെട്ട
മഞ്ജുശ്രീ മാഡം, ബഹുമാനപ്പെട്ട നിബു സാറ്, BSSൽ എൻ്റെ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇന്ന് എൻ്റെ ദിവസമാണ്. ഇന്ന് ഇങ്ങനെ ഒരു ദിവസം എനിക്ക് തന്ന ബഹുമാന്യനും ആദരണീയനുമായ ബഹുമാനപ്പെട്ട ബാലേന്ദ്ര സാറിനെ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ സാറിൻ്റെ മനസ്സിൽ തോന്നിയ ഈ ആശയം പ്രാവർത്തികമാക്കിയപ്പോഴാണ് ഞാൻ ദൈവമേ എന്ന് വിളിച്ചത്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ എൻ്റെ ഭർത്താവില്ല, അച്ഛനില്ല, അമ്മയില്ല, സഹോദരി ആരുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് മനസ്സിലൊരു വെപ്രാളം കൊണ്ടപ്പം എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് എൻ്റെ പ്രിയ സഹോദരൻ അജയണ്ണനാണ്. പക്ഷെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ചെന്ന് പറയുമ്പം അണ്ണൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ചെന്ന് പറഞ്ഞ ഉടനെ അതിനെന്താടി ഞാൻ വരാം എന്ന് പറഞ്ഞപ്പം എനിക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. അദ്ദേഹം ഇന്ന് വന്ന് എന്നെപ്പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും, BSSനെ കുറിച്ചും പറഞ്ഞതും സാറിനെ കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്ക് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നന്ദി. കുഞ്ഞുനാളിൽ എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു ജോലി എന്നുള്ളത്. കുഞ്ഞുനാളെന്ന് പറയുമ്പം പെറ്റിക്കോട്ടൊക്കെ ഇട്ട് ഒരു തോർത്തെടുത്ത് സാരിയായിട്ട് ഉടുത്തുകൊണ്ട് നടക്കുന്ന, ഒരു മരിച്ചിനിയുടെ ഇല കൊണ്ട് ഒരു ബാഗ് പോലെ ഉണ്ടാക്കി അത് തോളത്തിട്ടിട്ട് എവിടെ പോകുന്നെന്ന് കേട്ടാൽ ഞാൻ ഓഫീസിൽ പോകുന്നു എന്ന് പറയുന്നൊരു കുഞ്ഞു സിന്ധു ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്വപ്നം കണ്ടുകൊണ്ടാണ് എല്ലാ ദിവസവും ഞാൻ ഉണർന്നിട്ടുള്ളത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസം എനിക്ക് ടെക്നിക്കലായിട്ട് പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനെ സംബന്ധിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്ന പെൺമക്കളാണ് 2 പേര്. അങ്ങനെ പോയാൽ കുട്ടികൾ വഴിതെറ്റി പോകുമെന്നും പറഞ്ഞ് ഞങ്ങളെ ഒന്നിനും വിദ്യാഭ്യാസത്തിനോ ടെക്നിക്കലായിട്ട് എന്തു പഠിക്കാനായിട്ടും ഞങ്ങളെ വിടാറില്ലായിരുന്നു. അപ്പം ദൈവത്തിന് തുല്യനായ ഒരു മനുഷ്യൻ എൻ്റെ വീട്ടിൽ കയറി വരികയാണ്. അച്ഛൻ അപ്പോൾ SNDPയിലെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം അവിടുത്തെ കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ കരുണാകരൻ എന്നാണ്. അദ്ദേഹം താമസിക്കുന്നത് പേരൂർക്കട ബോയ്സ് ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്താണ്. അദ്ദേഹം അച്ഛനെ കാണാനായിട്ട് കൂടെ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്ന അവസരത്തിൽ ഒരു ദിവസം അച്ഛൻ്റെ പറഞ്ഞ്, അച്ഛനെ അണ്ണ എന്നാണ് വിളിക്കുന്നത്, അണ്ണൻ്റെ മകൾ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരിക്കുകയാണ്, വീടിൻ്റെ ഒരു പോർഷൻ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം അവിടെ മകളെ വിടാത്തെന്ത്, അവിടെ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും എല്ലാം പഠിപ്പിക്കുമല്ലോ, അവിടെ വിടാത്തെന്തെന്ന് കേട്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ വന്ന ചായയും കൊണ്ട് ഞാൻ വന്നപ്പോഴാണ് അദ്ദേഹം ഈ സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനും പോട്ടെ എന്നിട്ട് അച്ഛൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണ്ട എന്നിങ്ങനെ പറഞ്ഞ്. പക്ഷേ പിന്നെയും ഈ മാമൻ അവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ചെന്ന് മാമൻ്റെ അച്ഛൻ കാണാതെ പറയും, മാമ ഒന്ന് അച്ഛൻ്റെ കൂടെ പറയാൻ മാമ ഇങ്ങനെ അവിടെ വിടാനെന്ന് പറഞ്ഞു. അവസാനം ആ മാമൻ്റെ നിർബന്ധപ്രകാരമാണ് എൻ്റെ അച്ഛൻ എന്നെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വിട്ടത്. പഠിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടം തൊട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് ഈ ജോലി കിട്ടുന്നത് വരെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. കാരണം ഇംഗ്ലീഷ് ലോവർ കഴിഞ്ഞു, ഹയർ കഴിഞ്ഞു, മലയാള ലോവർ കഴിഞ്ഞു, മലയാള ഹയർ കഴിഞ്ഞു, പിന്നെ ഞാൻ ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ തുടങ്ങി ഇത്രയും കാലമായപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, നിനക്ക് ഇത്രയും നാളായിട്ട് നീ പഠിച്ച് തീർന്നില്ലേ? അപ്പം ഞാൻ പറയും, ഇല്ല അച്ഛാ ഇനിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം കാണാം ഷോർട്ട് ഹാൻഡ് സ്പീഡാവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ സഹോദരൻ വന്ന് എൻ്റെ പറഞ്ഞ്, എടി പിന്നെ കവടിയാറിൽ ഭാരതസേവ സമാജം എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്, അവിടെ നമ്മളെ ബാലേന്ദ്ര സാറാണ് സെക്രട്ടറി, നീ അച്ഛൻ്റെ കൂടെ പറഞ്ഞാൽ നിനക്ക് അവിടെ ഒരു ജോലി കിട്ടും, നീ അച്ഛൻ്റെ കൂടെ ചെന്ന് പറ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ചെന്ന് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ എൻ്റെ അവിടെ ബാലേന്ദ്ര സാറിൻ്റെ അവിടെ ഭാരതസേവ സമാജത്തിൽ എനിക്ക് ജോലി വാങ്ങിച്ച അച്ഛൻ, അച്ഛൻ ചെന്ന് പറഞ്ഞാൽ സാറ് കേൾക്കും എന്ന് പറഞ്ഞ് അച്ഛൻ പിറ്റേന്ന് തന്നെ ശരി മക്കളെ എന്ന് പറഞ്ഞ് അച്ഛൻ പിറ്റേന്ന് തന്നെ ഇവിടെ വരികയുണ്ടായി. വന്ന് സാറിനെ കണ്ടു. സാർ ഒരു നല്ല ഉറപ്പ് കൊടുത്തിട്ടാണ് അച്ഛൻ വന്നത്. തിരിച്ചു വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ ചോദിച്ചു, എന്തു പറഞ്ഞു അച്ഛാ? സാറ് മക്കളെ തരാമെന്ന് പറഞ്ഞു. ഉടനെ തരാം നോക്കട്ടെ എന്ന് പറഞ്ഞാണ് വിട്ടത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞിട്ടും യാതൊരു റെസ്പോണ്ടും ഇല്ലായിരുന്നു. ആ അവസരത്തിൽ ഒരു ദിവസം ഞാൻ അങ്ങനെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുക, അമ്മ ഒന്ന് പറഞ്ഞ്, ഇതാ തൊട്ടടുത്ത ജമുന വന്ന് നിൽക്കുന്നു, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കഥ തുറന്ന് ചെന്നപ്പം കാണാൻ ജമുനേച്ചി ഫ്രണ്ടിൽ നിൽക്കുന്നു. ജമുനേച്ചി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രവർത്തകയായിരുന്നു, കൂടാതെ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീ TP വിനോദ് അവരുടെ സഹോദരിയും കൂടിയാണ്. അപ്പം ജമുനേച്ചി വന്നിട്ട് പറഞ്ഞ്, നാളെ സിന്ധു BSSൽ വരണം, നാളെ സിന്ധുവിന് ബാലേന്ദ്ര സാർ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വരാനെന്ന് പറഞ്ഞു.
ഞാൻ അങ്ങനെ ഇവിടെ വരികയും എന്നെ അന്ന് കിളിമേഡമാണ് ഇൻ്റർവ്യൂ ചെയ്തത്. കിളിമേഡം ഇൻ്റർവ്യൂ ചെയ്യുകയും ജോലികൾ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അന്ന് മഞ്ജു ടീച്ചറും ജയാശ്രീകുമാർ മാഡവും ഒക്കെ കുറച്ച് പേരേ ഉള്ളൂ, നിബു സാറ് അങ്ങനെയുള്ള ആൾക്കാരേ ഉള്ളൂ, സ്മിതയുണ്ട്. അങ്ങനെ അപ്പം ഞാൻ അവിടെ ജോലിയിൽ കയറി. അങ്ങനെ ഇപ്പോൾ 30 വർഷം പിന്നിടുകയാണ്. ജോലി കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം 3 മാസത്തിനകത്ത് എൻ്റെ കല്യാണം നടത്തി. കാരണം പയ്യൻ ഗൾഫായതുകൊണ്ട് 3 മാസത്തിനകത്ത് കല്യാണം വേണമെന്ന് പറഞ്ഞ്. എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഈ സാലറി വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഒരു മിഠായി പോലും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. അതിനൊരു എന്താ പറയാൻ, എനിക്ക് അത്ര ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഈ കിട്ടിയ സാലറി എല്ലാം ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. കാരണം വിവാഹാവശ്യത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനത് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ദുരന്തങ്ങളായിട്ട് വരാൻ തുടങ്ങി. ആദ്യം എൻ്റെ ഭർത്താവ് 2010 ആഗസ്റ്റ് 23 എൻ്റെ ഭർത്താവ്, തിരുവോണ ദിനത്തിന് എൻ്റെ ഭർത്താവ് മരിച്ചു. തുടർന്ന് അമ്മ പോയി. 3-4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പോയി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പോയി. കോവിഡ് വന്നാണ് അദ്ദേഹം പോയത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി അച്ഛൻ മരിച്ച് 2ാമത്തെ വർഷം തികയണേണ്ടെന്നാണ് എൻ്റെ ചേച്ചിയും പോയത്. ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന് എല്ലാം കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഏകയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പം 30 വർഷമാകുന്നു ഞാനിവിടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ട്. ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മുടെ ബാലേന്ദ്ര സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാം കിട്ടിയ നിധിയാണ് അദ്ദേഹം. കാരണം ഇത്രയും സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുള്ള ഒരു ഓഫീസും ഈ ഭൂമുഖത്ത് കാണില്ല. കാരണം ഞങ്ങൾക്ക് അത്രമാത്രം സ്വാതന്ത്ര്യമാണ് ഈ ഓഫീസിലുള്ളത് എന്ന് പറഞ്ഞ് ആരും ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താറില്ല. എല്ലാവരും നല്ല ആക്റ്റീവാണ്, എല്ലാവരും നല്ല ജോലി ചെയ്യുന്നവരുമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കോവിഡ് വന്നപ്പോഴത്തേക്ക് ആ 2.5 വർഷക്കാലം ഞങ്ങളെല്ലാവരും, ലോക ജനത എന്നെ സ്തംഭിച്ചിരുന്ന അവസരത്തിലാണ് ഞങ്ങളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും ശമ്പളം കിട്ടുമെന്നുള്ളൊരു പേടിയും ഇതും ഉണ്ടായിരുന്നു. കാരണം വരുമാനമില്ല. ഇന്ത്യ ഒട്ടുക്കുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള എല്ലാ സ്ഥലത്തെയും വരുമാനം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ആ വരുമാനം നിലച്ചാൽ ഞങ്ങൾക്ക് എന്താണ് ശമ്പളം എന്നുള്ളൊരു വ്യാപതി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തരണം ചെയ്ത് ഞങ്ങൾക്ക് എല്ലാ മാസവും ഫുൾ സാലറിയാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പകുതി ശമ്പളം കൊടുത്തിരുന്ന അവസരത്തിലാണ് ബാലേന്ദ്ര സാർ നമുക്ക് ഈ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓണം വരുമ്പോൾ അദ്ദേഹം ഓണക്കോടികൾ എല്ലാവർക്കും എടുത്തു തരുമായിരുന്നു. അതുപോലെ പിന്നെ വിമാനയാത്ര. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ പോലും ഞാൻ ജോലി ചെയ്ത പൈസ എടുത്ത് എനിക്ക് വിമാനയാത്ര ഭയങ്കര ഇഷ്ടമാണ്. അത് മുകളിൽ കൂടി പോകുമ്പോഴേ താഴെ നിന്ന് നോക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. എന്നാൽ പോലും ഞാൻ എൻ്റെ പൈസ കൊടുത്ത് വിമാനത്തിൽ കയറണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. കാരണം അതിനുള്ള സാമ്പത്തികം എല്ലാം നമ്മൾ നോക്കണമല്ലോ. വീട്ടുകാര്യം എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് അതിനുള്ള വരുമാനം തികയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് നമ്മളെ പ്രിയപ്പെട്ട ബാലേന്ദ്ര സാർ ഞങ്ങൾ 100ഓളം പേരെ ചെന്നൈ ഇനാഗുറേഷനും ഡൽഹി ഇനാഗുറേഷനും ആയിട്ട് ഞാനൊരു 6-8 പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെന്നാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മുന്തിയ ഹോട്ടലിൽ അക്കോമഡേഷനും ഫുഡും അറേഞ്ച് ചെയ്തു. പിന്നെ ബസ്സിൽ കൊണ്ടുപോയി പല നല്ല നല്ല സ്ഥലങ്ങൾ കാണിച്ചു തരാനായിട്ട് അറേഞ്ച് ചെയ്തു. അങ്ങനെയെല്ലാം സാറ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ സാറിപ്പം നടത്തിയ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം, അത് എന്നെപ്പോലുള്ള കുറേ ആൾക്കാർക്ക് വളരെ ആശ്വാസമാണ്. കാരണം ആ പ്രഖ്യാപനം വരണതിന് മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ ആരുമില്ല. ദൈവമേ, ഞാൻ ഈ റിട്ടയർഡ് ആയാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം വിഭിന്നമായി 2-3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി, റിട്ടയർമെൻറ്റ്, ഭാരതീയ സമാജിൽ റിട്ടയർമെൻ്റ് ഇല്ല എന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണമെന്ന് തോന്നി. അത്രയും. കാരണം 56-58 വയസ്സ് കഴിഞ്ഞാൽ ഉപയോഗശൂന്യരാണ് മനുഷ്യർ. പിന്നെ അവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നാണ് പറയുന്നത്. ആ സ്ഥാനത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉണർവ് തരുന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരണം. ദൈവത്തിൻ്റെ നാമത്തിൽ 1000 ആരോഗ്യ സൗഖ്യങ്ങൾ സാറിന് നൽകണമെന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന.
പിന്നെ ഇനി ഞാൻ ഭാരതീയ സമാജിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 30 വർഷം കൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ അഫിലിയേഷൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, ഓഫീസ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ സാർ എന്നെ ഏൽപ്പിച്ച ജോബ് ഡേ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള രജിസ്ട്രേഷൻ ഫീസ് ഞാൻ കളക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പോയിട്ട് ഭാരതീയ സമാജിൻ്റെ ഭാരത് സേവക് അവാർഡ് വാങ്ങിക്കാൻ വന്ന ആൾക്കാർക്ക് പിന്നെ അവർക്ക് അവാർഡ് വാങ്ങി കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട്. എല്ലാ മാസവും 40-ൽ കുറയാത്ത ആൾക്കാരെ ഞാൻ ഇതുവരെ എന്നെ ഏൽപ്പിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ 40-ൽ കുറയാത്ത ആൾക്കാർക്ക് ഞാൻ അവാർഡ് കൊടുക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഭാരതീയ സമാജിന് നൽകിയ സംഭാവനകൾ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ നേട്ടങ്ങൾ എന്തെന്ന് വെച്ചാൽ, എൻ്റെ നേട്ടം എന്ന് പറയുമ്പോൾ 30 വർഷക്കാലത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് പോസ്റ്റുകൾ സാർ തന്നു. സാർ നേരത്തെ പറഞ്ഞതുപോലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടർ, അങ്ങനെ ഇപ്പം ആ നിലയിൽ നിൽക്കുകയാണ്. ഇപ്പം എനിക്കുള്ള നേട്ടം എന്തെന്ന് വെച്ചാൽ, ഈ ജോയിൻറ്റ് ഡയറക്ടർ എന്നുള്ള പദവി കിട്ടിയതിന് ശേഷം എനിക്ക് ഇപ്പോൾ ഈ അവാർഡ് വാങ്ങിക്കാൻ വരുന്ന ഭൂരിഭാഗം പേരും അവരുടെ അവാർഡ് ദാന ചടങ്ങുകളുടെ കാര്യങ്ങൾ പത്രങ്ങളിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എഡിഷനുകളിൽ എൻ്റെ പേരുകൾ വരാറുണ്ട്. ഈ മാസത്തെ പത്രത്തിലും മാധ്യമ പത്രത്തിലും എൻ്റെ പേരുണ്ട്. കാരണം അഭിലാഷ് എന്ന് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകന് അവാർഡ് കൊടുത്തതിൽ അദ്ദേഹം എൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മാസവും ഇപ്പം ജോയിൻറ്റ് ഡയറക്ടർ സിന്ധു മധു എന്നുള്ള പേര് എല്ലാ പത്രങ്ങളിലും വരാറുണ്ട്. പിന്നെ അതുപോലെ വേറെ എന്തെന്ന് വെച്ചാൽ, ഇവിടെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുത്ത് എനിക്കിപ്പോൾ നല്ല രീതിയിൽ പിന്നെ പുറത്തു പോകാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. കാരണം നെല്ലിമുടിലെ ഡിവൈൻ ആർട്ട് എന്നൊരു സംഘടനയിൽ എന്നെ ക്ഷണിക്കുകയും അവിടുത്തെ അംഗവൈകല്യം ബാധിച്ച ആൾക്കാർക്ക് വീൽ ചെയർ കൊടുക്കുന്നതിൻ്റെ ഒരു പരിപാടിയും അവരുടെ വാർഷികമായിട്ട് എന്നെ ക്ഷണിക്കുകയുണ്ടായി. ആ ക്ഷണിക്കുന്നതിൽ എനിക്കൊരു ആദരവ് ലഭിച്ചു. നെയ്യാറ്റിൻകര MLA അൻസലാം സാറാണ് അദ്ദേഹം എനിക്ക് തന്നത്. എനിക്കൊരു ആശംസാ പ്രസംഗം അവിടെ നടത്താൻ സാധിച്ചു. എല്ലാത്തിനും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കോട്ടങ്ങൾ ഇപ്പം വന്നവരെല്ലാവരും എൻ്റെ കോട്ടം പറഞ്ഞു ദേഷ്യമുണ്ടെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ഇത്രയും നിബുസാർ പറഞ്ഞു അഫിലിയേഷൻ്റെ കാര്യത്തിൽ ഇല്ല, എൻ്റെ ചോറിൽ ഞാൻ കല്ല് വാരി ഇടാറില്ല നിബുസാർ. ഞാൻ അഫിലിയേഷൻ്റെ കാര്യങ്ങൾ വന്നാൽ ഞാൻ കൃത്യമായിട്ട് ഇന്നും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ മഞ്ജു മാഡത്തിനറിയാം ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ചോറിൽ ഞാൻ കല്ല് വാരി ഇടാറില്ല. കാരണം അഫിലിയേഷൻ അതെൻ്റെ ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് ദേഷ്യം ഉണ്ടായിരിക്കാം, എൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം എനിക്ക് ദേഷ്യം ഉണ്ടാക്കിയത്. അതെൻ്റെ വലിയ കോട്ടമായി തന്നെ അവശേഷിക്കുന്നു. പിന്നെ പെട്ടെന്ന് കരച്ചിലും ചിരിയും വരും. അതും എൻ്റെ ഒരു വല്ലാത്തൊരു അഴുക്ക സ്വഭാവമാണ്. വേറെ ഒന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ചടങ്ങിൽ എന്നെപ്പറ്റി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറയുകയാണ്. ഈ 30 വർഷക്കാലത്തിനിടയ്ക്ക് ആരെങ്കിലും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി BSSൻ്റെ ഉപഹാരം നൽകുവാൻ അധ്യക്ഷനായ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീ TP വിനോദ് അവർകളെയും ഉദ്ഘാടക ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ മാഡം അവർകളെയും അത് സ്വീകരിക്കാനായി അതിഥി ശ്രീ അജയ്കുമാർ TSനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കാനായി BSSൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശ്രീമതി ശ്രീലതയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ബന്ധുജന ശബ്ദം എന്ന ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത വിശിഷ്ട അതിഥിക്കും കുടുംബാംഗങ്ങൾക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ബന്ധുജന ശബ്ദം എന്ന ആശയം മനസ്സിൽ കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന BSSൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്ര സാറിനാണ് എൻ്റെയും BSS കുടുംബാംഗങ്ങളുടെ പേര് നന്ദി രേഖപ്പെടുത്തുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗം ആശംസിച്ച അസിസ്റ്റൻറ്റ് ഡയറക്ടർ രഞ്ജിനി പ്രശാന്തിനും അധ്യക്ഷസ്ഥാനം വഹിച്ച അസിസ്റ്റൻറ്റ് ഡയറക്ടർ വിനോദ് സാറിനും ഡയറക്ടർ ജനറൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ജയ മേഡത്തിനും എൻ്റെയും BSS കുടുംബാംഗങ്ങളുടെ പേര് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ വന്നത് കെലട്രോണിൽ നിന്ന്
ഡെപ്യൂട്ടി എഞ്ചിനീയറായി വിരമിച്ച അജയ്കുമാർ സാറാണ്. സാർ ഇന്നിവിടെ വന്ന് BSSനെ കുറിച്ചും സാറിനെ കുറിച്ചും നമ്മൾ സഹപ്രവർത്തകരെക്കുറിച്ചും അനുജത്തി സിന്ധുവിൻ്റെ പഴയ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ സിന്ധുവിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ അർത്ഥവത്തായി സംസാരിച്ചു. സിന്ധു ഒരുപാട് നാൾ, അതായത് ഒരുപാട് വിഷമങ്ങൾ തരണം ചെയ്ത് കുറച്ചധിക കാലത്തിന് ശേഷം ഇപ്പോഴാണ് സിന്ധു സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നത്. ഈ സന്തോഷം സിന്ധുവിന് ഇനി അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഇവിടുത്തെ ജോലി കൊണ്ടും സഹപ്രവർത്തകരുടെ സപ്പോർട്ട് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. സാർ ഇവിടെ വന്നാലും നമ്മളോടൊപ്പം സംസാരിച്ചാലും എൻ്റെയും BSS കുടുംബാംഗങ്ങളുടെ പേര് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മഞ്ജു മാഡം, നിബു സാറ്, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതുഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസദസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ചന്ദന ചർച്ചിത നീലകളേബരം എൻ്റെ മനോഹരമേ. Okay, thank you.
जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।